ഒരു നൂറ്റാണ്ടിന്റെ സമരജീവിതം ബാക്കിവെച്ച് വി.എസ്. അച്യുതാനന്ദൻ എന്ന വിപ്ലവ സൂര്യൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ട് ഇന്നേക്കൊരാണ്ട്. വിവാദങ്ങൾക്കിടയിൽ ഇന്ന് വി.എസ്. ദിനം സമുചിതമായി ആഘോഷിക്കുകയാണ് CPIM പ്രവർത്തകർ. പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ സ്മരണകൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ ചരിത്രത്തിലാദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ സ്മാരകം ഉയരുന്നത് വി.എസിന് വേണ്ടിയാണ്. രാഷ്ട്രീയ ജീവിതത്തിലുടനീളം വിവാദത്തെക്കാൾ വിപ്ലവാത്മകമായ നിലപാടുകളായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ എന്ന നേതാവിനെ നയിച്ചിരുന്നത്. ആ വിപ്ലവ സൂര്യൻ ആലപ്പുഴയുടെ മണ്ണ് കണ്ണേ കരളെ വി.എസ്. എന്ന മുദ്രാവാക്യം മുഴക്കി ഇന്നും അഭിവാദ്യം ചെയ്യുന്നു. പുന്നപ്ര പറവൂരിലെ വേലിക്കകത്ത് വീടിന്റെ ചുറ്റുമതിലിൽ നിറയെ ഒരു നാടിന്റെ മാനവികതയ്ക്കും രാഷ്ട്രീയ ബോധ്യത്തിനും വേലികാത്ത വി.എസ്. അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ചരിത്രയേടുകൾ വരച്ചിട്ടിരിക്കുന്നു. വലിയ ചുടുകാട്ടിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് മാത്രമായി സ്മൃതി മണ്ഡപം ഉയരുന്നത് ചരിത്രത്തിൽ ഇതാദ്യം. പാർട്ടി തീരുമാനത്തിന് പിന്നാലെ വിവാദങ്ങളും ചിലതുണ്ടായി. രക്തസാക്ഷി കുടുംബങ്ങൾ പാർട്ടി നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. അതിനിടെ സ്മൃതി മണ്ഡപം പണിയുന്നതിൽ CPIM ആശയക്കുഴപ്പം. അതൃപ്തിയുണ്ടെങ്കിലും അടക്കിപ്പിടിച്ച പ്രതികരണമാണ് വി.എസിന്റെ മകൻ അരുൺകുമാറിൻ്റേത്. അച്ഛൻ്റെ സ്മൃതി കുടീരം അച്ഛനെ അടക്കം ചെയ്ത സ്ഥലത്ത് തന്നെ ഉണ്ടാവണമല്ലോ. അപ്പോൾ അത് നാളെ അത് പൂർത്തീകരിക്കും. പാർട്ടി വലിയ രീതിയിൽ എൻ്റെ അനുസ്മരണ സമ്മേളനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാവിലെ പുഷ്പാർച്ചന പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടവും പിന്നീട് വന്ന അടിയന്തരാവസ്ഥയും കൊടിയ പീഡനത്തിന്റെ തീച്ചൂളയിൽ ചവിട്ടി നടന്ന വി.എസ്. അച്യുതാനന്ദന്റെ ജീവിതം ആലപ്പുഴക്കാർക്ക് മാത്രമല്ല കേരളത്തിലെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും തീക്ഷ്ണമായ വിപ്ലവ സ്മരണയാണ്. അത്ര ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് എന്തു കാര്യത്തിനും വേണ്ടി ജനങ്ങളുടെ ഒപ്പം പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി എന്ത് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു ഞങ്ങളുടെ പുന്നപ്രക്കാരെന്ന നിലയിൽ പുന്നപ്രയ്ക്ക് എല്ലാം കൊണ്ട് അഭിമാനകരമായ ഒരു നേതാവാണ്. ഹാബിറ്റാറ്റ് ഗ്രൂപ്പിലെ ജി ശങ്കറാണ് വി.എസിന്റെ സ്മൃതി കുടീരം രൂപകൽപ്പന ചെയ്തത്. ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു തീർത്ത ഡിസൈനെക്കുറിച്ച് ജി ശങ്കറിന്റെ വാക്കുകൾ ഇങ്ങനെ: ഡോക്ടർ അരുൺകുമാർ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് ബാക്കിയുണ്ടായിരുന്ന കഷ്ടിച്ച് 10 ദിവസമേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് രൂപകൽപ്പന ചെയ്യുന്നു. ശ്രീ വി.എസ്. അച്യുതാനന്ദൻ്റെ സ്മരണ നിലനിർത്തുവാനായിട്ടാണ് ഞാൻ ആകാശത്തിൽ ഉയരുന്ന ഒരു ശില്പമായിട്ട് ഈ ശില്പത്തെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് നമ്മളുടെ ഒരു സ്മരണാഞ്ജലിയാണ്. വി.എസിന്റെ ജീവൻ തുളുമ്പുന്ന ഒരു ശില്പവും തയ്യാറായിട്ടുണ്ട്. പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലാണ് ശില്പം സ്ഥാപിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കം CPIMന്റെ നിരവധിയായ പ്രവർത്തകരാണ് വലിയ ചുടുകാട്ടിലേക്ക് ഇന്ന് ഒഴുകിയെത്തുക. രാവിലെ 8 മണിക്ക് പതാക ഉയർത്തലിനും പുഷ്പാർച്ചനയ്ക്കും ശേഷം നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ അധ്യക്ഷനാകും. 5 ഏരിയ കമ്മിറ്റികൾ ചേർന്ന് നടത്തുന്ന വിപുലമായ മാർച്ചോടുകൂടി വൈകിട്ട് 5 മണിക്ക് ചേരുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സമകാലികമായി വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പലപ്പോഴും പലരും പലവട്ടം ആലോചിച്ചു പോയിട്ടുണ്ട് വി.എസ്. എന്ന തണൽ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഒരു നൂറ്റാണ്ട് നീളുന്ന ആ സമരജീവിതത്തിന്റെ സൂര്യശോഭ, വിപ്ലവ സൂര്യന്റെ പേര് ഇന്നും മലയാളികൾ മുറ തെറ്റാതെ പറഞ്ഞു പോകുന്നു. കണ്ണേ കരളെ വി.എസ്. എന്ന ആ മുദ്രാവാക്യത്തിന്റെ ശക്തി ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ വലിയ ചുടുകാട്ടിൽ വി.എസിന് വേണ്ടി ചരിത്രത്തിലാദ്യമായി ഒരു സ്മൃതി കുടീരം പണിയാൻ CPM പോലൊരു പാർട്ടി തീരുമാനമെടുത്തത്. ആ ഓർമ്മകൾ ഇനിയെന്നും നിറഞ്ഞു തന്നെ നിൽക്കും. ക്യാമറമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.